യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇപ്പൊ കാണുന്നില്ല, നീ എങ്ങനെ എടുത്തിരുന്നോ? എനിക്കെന്തിനാ ചേച്ചി ബക്കറ്റ്? ചിലപ്പോ മറ്റേ ചേച്ചി എടുത്തതാവും. അവർക്ക് ബക്കറ്റിന് വേണ്ടിട്ടൊന്നാവില്ല. ചേച്ചിയെ തോപ്പിക്കാൻ ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ. നീ അത് വിടുകാവര്. ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയ വലിയ കഷ്ട. നമുക്ക് പുതിയൊരെണ്ണം വാങ്ങിക്കാന്നേ. എന്നാലും അത് എടുക്കുന്നതിന് മുൻപ് അവക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ? എന്റെ പട്ടി ചോദിക്കാം അവരോട്. ഒരു ബക്കറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. പുതിയ ഒരെണ്ണം വാങ്ങിയ പ്രശ്നം തീർന്നില്ലേ? അതിന് അവരുടെ കാല് പിടിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. പിടിക്കരുത്, പിടിക്കരുത്. പിടിച്ച മോളല്ല, നിന്റെ ഏട്ടനാ തോറ്റു പോകുന്നത്. ഒന്നല്ല 9 ബക്കറ്റ് എന്റെ പൊന്നിന് ഞാൻ മേടിച്ചു തരും. കൂടെ ഒരു ചെരുവ് മേടിച്ചേക്കാം. അല്ല, എന്നാൽ ഇവരിത് എന്ത് ഭാവിച്ച? എന്നെ തോൽപ്പിക്കാൻ, അല്ലാതെ എന്തിനാ? നീ അതിനെന്തിനാ തോറ്റു കൊടുക്കാൻ നിൽക്കുന്നേ? നീ മാണിക്യമംഗലത്തെ വിശ്വനാഥന്റെ ഭാര്യ. അവളുടെ മുമ്പിൽ മാത്രമല്ല, ഒരുത്തിയുടെ മുമ്പിൽ നീ തോറ്റു കൊടുക്കാൻ പാടില്ല. ഇല്ല ചേട്ടാ, ഞാൻ ഇതങ്ങനെ എഴുതി തള്ളാനൊന്നും പോകുന്നില്ല. അവൾ എന്റെ ബക്കറ്റ് മോഷ്ടിച്ചാലേ ഞാൻ അവളുടെ അലമാര മോഷ്ടിക്കും. അയ്യോ, അലമാരയൊക്കെ മോഷ്ടിച്ച എവിടെ കൊണ്ട് വെക്കും മോളെ? മോള് ചെറിയ ചെറിയ സാധനങ്ങൾ മോഷ്ടിച്ചാ മതി. ചെറുതെന്ന് പറയുമ്പോ ഒരു കടുക് മണിയോളം ചെറുത്. നമ്മുടെ ഉള്ളിൽ ഈ പക വളരുന്നത് അങ്ങനെയാ. അത് പിന്നെ വളർന്ന് വളർന്ന് ഹിമാലയ പർവ്വതത്തോളം വളരും. അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. എന്നിട്ട് വേണം ആക്രമിക്കാൻ. അപ്പോഴേ യുദ്ധത്തിനൊരു പവർ ഉണ്ടാവൂ. ആരെ ആക്രമിക്കാനൊന്നും ഞാനില്ല വിശ്വേട്ട. മൈഥിലിയുടെ തെറ്റിദ്ധാരണ എത്രയും പെട്ടെന്ന് മാറണമെന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഇത് തെറ്റിദ്ധാരണയൊന്നും അല്ല, അസൂയ. നല്ല ഒന്നാന്തര അസൂയ. എന്റെ മോളുടെ സൗന്ദര്യം കണ്ടിട്ട് അവർക്ക് സഹിക്കുന്നില്ല. എനിക്ക് ഇത്തിരി സൗന്ദര്യം ഉണ്ടായി പോയത് എന്റെ കുറ്റമാണോ? സൗന്ദര്യം ഇത് സൗന്ദര്യപ്പെടക്കൊന്നുമല്ല, അഹങ്കാര. അവളുടെ അഹങ്കാരത്തിന് നീ നിന്നു കൊടുക്കരുത് കാവേരി. ഭൂമിയോളം ക്ഷമിക്കാം, പക്ഷെ പാതാളത്തോളം താഴാൻ നീ മഹാബലിയൊന്നുമല്ലല്ലോ. ഞാൻ ആരാണെന്ന് അവള് കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതാണ്, ഈ ഒരു സ്പിരിറ്റാണ് നമുക്ക് വേണ്ടത്. ശത്രു നിലംപരിശാകുന്നത് വരെ നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. മാണിക്യമംഗലത്തെ പിടക്കോടികൾ തമ്മിലുള്ള പോര് ഇനി കണ്ട് രസിക്കാം. ഹരോ ഹരഹര. ഹരഹരോ ഹരഹര. എന്റെ മോന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ശുദ്ധമായ മനസ്സോടെ ആര് വിളിച്ചാലും ഭഗവാൻ കേൾക്കും മോനെ. മുരുകനെന്നും അയ്യപ്പനെന്നും ശിവനെന്നും കൃഷ്ണനെന്നും ഒരുപാട് പേരിട്ട് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും കേൾക്കുന്നതെല്ലാം ഒരാളാ, സത്യമെന്ന ദൈവം. കൈലാസവും പളനിയും ശബരിമലയെല്ലാം നമ്മുടെ മനസ്സിലാ. സ്വാമി തിന്തകത്തോം അയ്യപ്പ തിന്തകത്തോം എന്ന് പേട്ട തുള്ളി വിളിച്ചുകൊണ്ട് പോകുന്നത് മോൻ കേട്ടിട്ടില്ലേ? എന്താ ഇതിനർത്ഥം? സ്വാമി നിന്റെ അകത്താ, അയ്യപ്പൻ നിന്റെ അകത്താ. എന്നിട്ടും നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിലുള്ള ദൈവത്തെ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, ദൈവത്തിനും അറിയാം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ലാന്ന്. ആ വിശ്വാസത്തിലല്ലേ ദൈവം അവിടെ കയറി ഒളിച്ചിരിക്കുന്നത്. അമ്മ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുക. അമ്മയ്ക്ക് എന്തൊരറിവാ? പള്ളിക്കൂടത്തിൽ പോയതുകൊണ്ടും പാഠപുസ്തകം പഠിച്ചതുകൊണ്ടും അറിവ് കിട്ടണമെന്ന് നിർബന്ധമില്ല മോനെ.
ജീവിത ഭൂമിയിലെ ഏറ്റവും വലിയ പാഠപുസ്തകം. നമ്മുടെ മനസ്സാ ഏറ്റവും വലിയ പള്ളിക്കൂടം. നീ നോക്കിക്കോ, നിനക്കൊരു നല്ല കാലം വരും. നല്ല മനസ്സുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. അണ്ണാ, നമ്മളെ സുനീഷ് വീട്ടിലുണ്ടാ? കാണും. എന്താ പിതാമര? അണ്ണാ, അവൻ രക്ഷപ്പെട്ടു. അണ്ണാ, ഇത്തവണത്തെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ അടിച്ചിരിക്കുന്ന അവനാ. 20 കോടിയാ. 20 കോടി. നീ വിവരം വേറെ ആരോടും പറഞ്ഞായിരുന്ന? ഏയ് ഇല്ലണ്ണ, ആദ്യം സുനീഷിനോട് പറയാന്ന് വിചാരിച്ചു പോവുമായിരുന്നു. നന്നായി. എന്നാ നീ ഇത് ആരോടും പറയണ്ട. പറയാതെങ്ങനെ? ബമ്പറല്ലേ അടിച്ചിരിക്കുന്നേ, പത്രത്തിലൊക്കെ വരേണ്ടതല്ലേ? അതാ പറഞ്ഞത്, ആരും അറിയണ്ടെന്ന്. നിനക്ക് നിന്റെ കമ്മീഷൻ കിട്ടിയ പോരെ? മതി. അതത്രയാ? 20 കോടിയുടെ 12% എന്ന് പറയുമ്പോ 2 കോടി 40 ലക്ഷം രൂപ. കോടിയാ? ആ, ആയ കാലത്ത് വല്ല ലോട്ടറി കച്ചവടം തുടങ്ങിയാ മതിയായിരുന്നു. അതൊക്കെ അണ്ണന് തോന്നുന്നത്. 10-25 കൊല്ലം കൊണ്ട് ലോട്ടറി കച്ചവടം ചെയ്തിട്ട് ഇപ്പോഴാ ഒരു ബമ്പർ അടിച്ചത്. എങ്കിലും ഒറ്റയടിക്ക് നീ കോടീശ്വരനായല്ലടാ. എന്റെ ഭാര്യയുടെയും പിള്ളേരുടെയും പ്രാർത്ഥന. അല്ലാതെന്താ? അല്ല, നിനക്ക് 2.5 കോടി കിട്ടുന്നല്ലേ പറഞ്ഞത്? അതെ. നിനക്ക് ഞാനൊരു 3.5 കോടി അങ്ങ് തരും. എന്താ, ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്താ ബുദ്ധിമുട്ട്? എന്നാ പിന്നെ സുനീഷിന് ലോട്ടറി അടിച്ച കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. അണ്ണ എന്താ ഈ പറയുന്നത്? എടാ പൊട്ടാ, 20 കോടി ലോട്ടറി അടിച്ചവന് ടാക്സും കടവെട്ടും എല്ലാം കഴിഞ്ഞ് സർക്കാർ എത്രയാ കൊടുക്കുന്നറിയാമോ? എടാ, ഏറിയ 10 കോടി. അത്ര തന്നെ കിട്ടുമെന്ന് സംശയമാണ്. ആണല്ലോ. എന്നാ നീ വാ, സുനീഷിന് 20 കോടിയും തികച്ച് വാങ്ങിച്ചു കൊടുക്കാനുള്ള വകുപ്പുണ്ട്. ടിക്കറ്റ് ബ്ലാക്കിന് മറിച്ചു വിറ്റാ ചിലപ്പോ അതിൽ കൂടുതൽ തരാൻ ആളുണ്ടാവും. അതിന് അണ്ണനീ പറഞ്ഞവന്മാരെ അറിയാവോ? പിന്നെ കോയമ്പത്തൂരൊക്കെ ഈ കച്ചവടം ചെയ്യുന്ന എത്ര പേര് എന്റെ പരിചയക്കാരാണെന്ന് അറിയാമോ? ആണോ? ആ നീ വന്നേ. വിട്ടോ വിട്ടോ. പോട്ടെ. സുനീഷേ, എടാ സുനീഷേ, സുനീഷേ. എന്താണ്? നീ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറി എടുത്തായിരുന്നു? പിന്നെ എന്ത് മുടക്കിയാലും ഞാൻ അത് മുടക്കുവോ? അല്ലേ പീതാംബര ചേട്ടാ? എന്നാ നീ പോയി ആ ടിക്കറ്റിങ് എടുത്തുണ്ടോ? എന്തിനാണ്? നീ പോയി എടുത്തുണ്ട് വാ. പീതാംബരനോ? അല്ല, ഞാൻ അറിയാൻ വയ്യാന്നിട്ട് ചോദിക്കാം. നിങ്ങക്ക് വേറെ ഒരു പണിയില്ലേ? എട്ടും പൊട്ടും തിരിയാത്ത എന്റെ ചെക്കനെ പറ്റിച്ച് എന്തുമാത്രം കാശാടാ നീ ഉണ്ടാക്കുന്നത്? അവൻ ലോട്ടറി ടിക്കറ്റ് എടുത്തു കളഞ്ഞ കാശുണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ ഒരു ബെൻസ് വാങ്ങി വീട്ടുമുറ്റത്തിടായിരുന്നു. അത് ഇനി വേണമെങ്കിൽ ഇടാലോ ചേച്ചി. ഇടും. ഇനി ഈ പേരും പറഞ്ഞ് നിന്നെ ഈ പരിസരത്തെങ്ങാനും കണ്ടാലുണ്ടല്ലോ. അല്ല, സുഗുണനും കൂടി അവന്റെ കൂടെ ഉടായിപ്പിന് ജീവിക്കണ്ടേ കമല ചേച്ചി? അതിന് മോഷണം കൂടോത്രം മാത്രം പോരെ, ലോട്ടറി കച്ചവടവും വേണോ? പീതാംബര, നീ ആ നമ്പർ ഒന്ന് വായിച്ചേ. XD 23 64 32 18. എന്താണ് പ്രശ്നം? നീ നമ്പർ നോക്കടാ പൊട്ടാ. പീതാംബര, ഒന്നുകൂടെ വായിച്ചു കൊടുക്ക്. XD. അതെ, SD 23 64 64 32 18. 32 18. എന്താ പറഞ്ഞേ? എടാ 32 18. എന്താടാ മോനെ, അടിച്ചാ? അടിച്ചമ്മ.
അയ്യോ